നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മല്ലികാർജുന ക്ഷേത്രത്തിലാണ്. ഇത് കാസർഗോഡിന്റെ ആ നഗര മധ്യത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൽ മല്ലികാർജുനനായി കുടികൊള്ളുന്നത് സാക്ഷാൽ കൈലാസനാഥൻ തന്നെയാണ്. മധ്യമ പാണ്ഡവനായ കുന്തിപുത്രനായ അർജുനനാണ് ഭഗവാനെ അലങ്കരിച്ചത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. അങ്ങനെ ഐതിഹ്യപരമായും ചരിത്രപരമായും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുള്ള ഈ അതിപുരാതനമായ ക്ഷേത്രത്തെ കുറിച്ച് ഭഗവാന്റെ ആ കാരുണ്യത്തോടുകൂടി പറഞ്ഞു തുടങ്ങാം. നൂറ്റാണ്ടുകളുടെ പൗരാണികത അവകാശപ്പെടുന്ന ശ്രീ മല്ലികാർജുന ക്ഷേത്രം കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. കുമ്പള നദി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത്. ഉത്സവ സമയത്ത് യക്ഷഗാനം അരങ്ങേറുന്ന ഈ പുരാതന ക്ഷേത്രത്തിൽ മല്ലികാർജുനനായിട്ടാണ് സാക്ഷാൽ കൈലാസനാഥൻ കുടികൊള്ളുന്നത്. മല്ലികപ്പൂക്കൾ അഥവാ മുല്ലപ്പൂക്കളാൽ അലങ്കൃതനായപ്പോഴാണ് ഭഗവാൻ മല്ലികാർജുനനായി പരിശോഭിക്കുന്നത്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിതമായ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ശ്രീശൈലം ക്ഷേത്രത്തിൽ മഹാദേവൻ മല്ലികാർജുനനായും ശ്രീ പാർവതീദേവി ഭ്രമരാംബികയായും ആരാധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി പ്രതിഷ്ഠയില്ല എന്നത് ശ്രദ്ധേയമാണ്. ക്ഷേത്ര ഐതിഹ്യം കിരാതകഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ വ്ലോഗിൽ കിരാതം കഥ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ ഇപ്പോൾ ഒന്ന് ചുരുക്കി പറയാം. മധ്യമ പാണ്ഡവനായ കുന്തിപുത്രനായ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുവാൻ ശിവപാർവതിമാർ കിരാതവേഷം അഥവാ വേടവേഷം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ മാതാവിനെയും പിതാവിനെയും അർജുനന് ആദ്യം മനസ്സിലാവുന്നില്ല. അനന്തരം വേഷം മാറി ദുര്യോധനൻ പറഞ്ഞയച്ചതിന് പ്രകാരം ഒരു പന്നിയുടെ രൂപത്തിൽ വരുന്ന അസുരനെ അർജുനനും കിരാതരൂപിയായ മഹാദേവനും ഒരേ സമയം അമ്പെയ്തു വധിക്കുന്നു. പിന്നീട് ആ പന്നിക്ക് വേണ്ടി തർക്കമുണ്ടാവുകയും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ നേരെ അർജുനൻ ഇങ്ങനെ അസ്ത്രങ്ങൾ എഴുതുവിടുന്നു. എന്നാൽ എല്ലാ അസ്ത്രങ്ങളും ആ കിരാതരൂപിയായ കൈലാസനാഥന്റെ ദേഹത്ത് പുഷ്പഹാരങ്ങളായിട്ടാണ് വന്നു വീഴുന്നത്. അപ്പോഴാണ് അർജുനന് തൻ്റെ മുമ്പിൽ എത്തിയത് ആരാണ് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ അർജുനൻ അയച്ച അസ്ത്രങ്ങൾ പുഷ്പഹാരങ്ങളായി വന്ന് വീഴുന്നുണ്ടല്ലോ, അവയിൽ ചിലത് ഭൂമിയിൽ പലയിടത്തേക്കും വന്ന് തെറിച്ചു വീണുത്രേ. മഹാദേവന്റെ സ്പർശനത്താൽ ധന്യമായി തീർന്ന ആ പുഷ്പഹാരങ്ങളിൽ ഒന്ന് വന്ന് വീണത് ഈ ഭൂമിയിലാണ് എന്നാണ് വിശ്വാസം. അതാണ് ഈ പുണ്യഭൂമിയുടെ സ്ഥലമാഹാത്മ്യം പറയുന്നത്. ആ പാവനമായ ആ പുഷ്പഹാരങ്ങൾ വന്നു വീണ ഈ പരിപാവനമായ ഭൂമിയിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ഒരു ക്ഷേത്രം പണിയുകയാണ് ഉണ്ടായത് എന്നാണ് വിശ്വാസം. അർജുനനാൽ പ്രതിഷ്ഠിതമാണ് ഇവിടുത്തെ ശിവലിംഗം എന്നും ചില ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ സംബന്ധിച്ചുള്ള ആധികാരിക രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. അതിനാൽ തന്നെ വാമൊഴികളിലൂടെ ശ്രവിച്ച കഥകളെ മാത്രമാണ് ആശ്രയിച്ചിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ നിന്നും യുദ്ധത്തിനായി വന്ന ധീരയോദ്ധാക്കൾക്ക് വേണ്ടി ശിവാരാധന നടത്തുവാനായിട്ട് ഇക്കേരി രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നും ചരിത്രം പറയുന്നുണ്ട്. വളരെ കാലം ക്ഷേത്രം നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാതെ നാശോന്മുഖമായി അവഗണിക്കപ്പെട്ട് കിടന്നൂത്രേ. പിന്നീട് റെയിൽവേ ലൈൻ വരുന്നതിനായി ക്ഷേത്രഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ആ ഫലമായിട്ട് 1977 ക്ഷേത്രത്തിൻ്റെ സ്ഥാനം മാറ്റേണ്ടി വന്നു. പിന്നീട് ക്ഷേത്രം പൂർണ്ണമായും നവീകരിക്കപ്പെട്ടു. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, ബലിക്കല്ല് എന്നിവയെല്ലാം നിർമ്മിക്കപ്പെട്ടു. ഇരുനില ചതുര ശ്രീകോവിലിൽ കൈലാസനാഥൻ ദിവ്യമായ പരമാനന്ദത്തെ പ്രവഹിപ്പിച്ചുകൊണ്ടങ്ങനെ പരിലസിക്കുന്നു. നാലമ്പലത്തിനകത്ത് ഗണപതിയും സുബ്രഹ്മണ്യനും, പുറത്ത് രക്തേശ്വരി അമ്മ, ശാസ്താവ്,
ഗുളികത്തറ, ആൽത്തറയിൽ നാഗദേവതകൾ എന്നിങ്ങനെയുള്ള ഉപദേവതമാരും ഈ ക്ഷേത്രഭൂമിയിൽ കുടികൊള്ളുന്നുണ്ട്. മാർച്ച് 19 തൊട്ട് 23 വരെ 5 ദിവസം ഉത്സവം അതിവിപുലമായി ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നു. മാർച്ച് 28-ന് ഗുളികനും രക്തേശ്വരീ ദേവിക്കും തെയ്യക്കെട്ട് അഥവാ തെയ്യം കെട്ടിയാടാറുണ്ട്. ഉത്സവ സമയത്ത് യക്ഷഗാനം അഥവാ കർണാടക കഥകളി അരങ്ങേറുന്നൊരു ക്ഷേത്രമാണിത് എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയുമായി ഏറെ സാമ്യത പുലർത്തുന്ന യക്ഷഗാനം ബയലാട്ടം എന്നും അറിയപ്പെടാറുണ്ട്. പകടേ എന്നാണ് യക്ഷഗാനത്തിൻ്റെ തലപ്പാവ് അറിയപ്പെടുന്നത്. തെയ്യത്തിൻ്റേതുപോലെയുള്ള ചുവടുകളുള്ള യക്ഷഗാനം അരങ്ങേറുന്ന ക്ഷേത്രം എന്നത് ഈ ക്ഷേത്രത്തിന് പൗരാണിക കേരളത്തിൽ ഉള്ള സ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശിവരാത്രി, ഷഷ്ഠി, ഗണേശോത്സവം എന്നിവ മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. പായസം, കൂവളമാല, പുഷ്പഹാരം, ഏകാദശം രുദ്രം ധാര, പുഷ്പഫലിതാംശം എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളും ഈ ക്ഷേത്രഭൂമിയിലുണ്ട്. ഇനിയും എന്തൊക്കെയോ കഥകൾ ഈ ക്ഷേത്രഭൂമിക്ക് നമ്മളോട് പങ്കുവയ്ക്കുവാനുണ്ടാകാം. പലതും കാലത്തിൻ്റെ ആ ഗതിയിൽ ഇല്ലാതെയായിരിക്കുന്നു. ദിവ്യമായ ആനന്ദം പ്രവഹിപ്പിക്കുന്ന ഈ പുണ്യഭൂമി തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ആ ശ്രീകോവിലിൽ ദിവ്യമായ പരമാനന്ദത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് മല്ലികാർജുനനായി സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ പിതാവ് കുടികൊള്ളുന്നുണ്ട്. ദിവ്യമംഗള സ്വരൂപിയായി മല്ലികാർജുനനായി സാക്ഷാൽ കൈലാസനാഥൻ പരിലസിക്കുന്ന ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും ഏറെ പ്രിയപ്പെട്ട ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ഗംഗാധരായ ഗരുഡധ്വജവന്ദിതായ ഖണ്ഡസ്ഫുരത് ഭുജഗകുണ്ടലമണ്ഡിതായ ഗന്ധർവ കിന്നര സുഗീതഗുണാത്മകായ ഹാലസ്യമധ്യനിലയായ നമഃ ശിവായ. നാം ഏവരെയും മല്ലികാർജുന സ്വാമി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിടാ. ഓം നമഃ ശിവായ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.